നമസ്കാരം, തുഞ്ചൻ മിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ വർഗീയവൽക്കരിക്കാൻ വ്യാപക ശ്രമം നടക്കുന്നുണ്ടെന്ന് INL നേതാവ് അബ്ദുൾ വഹാബ്. ജനജാഗ്രതാ യാത്രയ്ക്ക് തിരൂരിൽ സ്വീകരണം നൽകി. തൃപ്രങ്ങോട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി കൃഷി തുടങ്ങി. വിത്തിടൽ വർണ്ണാഭമായി. നന്നമ്പ്രയിൽ CPIM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടിയില്ല. CPIM വെള്ളിയാഴ്ച താനൂർ CI ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പാറാൾ ആണ്ടുനേർച്ച ഉജ്ജ്വലമായി. ചമ്മരവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വർഗീയ ശക്തികൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാനായാൽ കേരളത്തിന് അപരിഹാര്യമായ നഷ്ടമുണ്ടാകുമെന്ന് പ്രൊഫസർ അബ്ദുൾ വഹാബ് പറഞ്ഞു. കേരളത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ വർഗീയവൽക്കരിക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരൂരിൽ ജനജാഗ്രതാ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ അല്ല എന്ന് നമുക്കറിയാം. കേരളത്തിൽ ആളുകൾക്കിടയിൽ എന്തൊക്കെ രാഷ്ട്രീയങ്ങളുണ്ടെങ്കിലും പ്രസ്ഥാനങ്ങളുണ്ടെങ്കിലും സഹിഷ്ണുതയും സമവായ്പും സൗഹാർദ്ദവും സ്നേഹവുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് വർഗീയതയെ ഇവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ വർഗീയതയെ ഇവിടെ സ്ഥാപിക്കുവാനുള്ള ഹീനമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആളുകളുടെ മനസ്സുകളെയൊക്കെ വിഷലിപ്തമാക്കാൻ ഒരുപാട് വിശകലമാർ വളരെ സജീവമായി കൊണ്ടുപിടിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാട് വർഗീയതയ്ക്ക് പൂർണ്ണമായും അടിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാസ്ഥ്യം തകരും. INL ജനജാഗ്രതാ യാത്രയ്ക്ക് തിരൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. നിരവധി പേർ പങ്കെടുത്തു. അസഹിഷ്ണുതയ്ക്കും സാമുദായിക ധ്രുവീകരണത്തിനും എതിരെയാണ് INL കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനജാഗ്രതാ യാത്ര സംഘടിപ്പിക്കുന്നത്. ജനജാഗ്രതാ യാത്രയ്ക്ക് തിരൂരിൽ വിപുലമായ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ അബ്ദുൾ വഹാബ്, വൈസ് ക്യാപ്റ്റൻ P ഹംസ ഹാജി, ഡയറക്ടർ NK അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അബ്ദുൽ ഹാജി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ഹംസക്കുട്ടി, അബൂബക്കർ M മമ്മിക്കുട്ടി, ഹംസ മാസ്റ്റർ, റഫീഖ്, സലീം, മൊയ്തു എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു സ്വീകരണം സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡയറക്ടറായിക്കൊണ്ട് തൃപ്രങ്ങോട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. വിത്തുനടിയിൽ ആഘോഷപൂർവ്വം നടന്നു. വിഷരഹിത കൃഷി ആരോഗ്യ സമൂഹം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തും തൃപ്രങ്ങോട് കൃഷിഭവനും സംയുക്തമായി ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നത്. പച്ചക്കറി കൃഷിയുടെ വിത്ത് നടീൽ കർമ്മം വിപുലമായി നടന്നു. ബീരാഞ്ചിറ യുഗദർശന കലാകായിക സാംസ്കാരിക വേദിയുടെ കൃഷിയിടത്തിലാണ് കൃഷി നടത്തുന്നത്. വിത്തിടൽ കർമ്മം ഡോക്ടർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് P കുമാരൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് K ഷെരീഫ, ജാസ്മിൻ, C കുട്ടൻ, VPS ഉണ്ണി, A ശിവദാസൻ, പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി, A അലവിക്കുട്ടി, റഫീഖ, PP കുഞ്ഞാലിക്കുട്ടി, അഫ്സൽ എന്നിവർ സംസാരിച്ചു. C ബിജു സ്വാഗതവും ജയശങ്കർ നന്ദിയും പറഞ്ഞു. നിരവധി പേർ പങ്കെടുത്തു. ഈ അടുത്തിടെ വളരെ അടുത്ത്, നേരത്തെ നമ്മളെ അധ്യക്ഷൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, വളരെ അടുത്ത കാലത്തായിട്ട് നമ്മൾ വീണ്ടും കൃഷി അഭിമാനമാണ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഇതുപോലുള്ള സംഘടനകളും പാർട്ടിയും ഒക്കെ ഏറ്റെടുത്ത് അതിനാവശ്യമായ ബോധവൽക്കരണവും സഹായ സഹകരണങ്ങളും നൽകിയത് കൊണ്ട് തന്നെയാണ് ഈ അടുത്തിടെ കൃഷിക്ക് ഇത്രയും പ്രാധാന്യം കിട്ടാനുണ്ടായ കാര്യം. രോഗത്തെ ഭയന്നിട്ടല്ല, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുമല്ല. അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം
മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മളുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. വിഷുവിന് വിഷരഹിത പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി വെട്ടം പഞ്ചായത്ത് 4-ാം വാർഡിൽ കൃഷി ആരംഭിച്ചു. വെട്ടം കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വെട്ടം പഞ്ചായത്തിൽ വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന കാർഷിക പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി 4-ാം വാർഡിൽ 1.5 ഏക്കർ സ്ഥലത്താണ് ജൈവ പച്ചക്കറി കൃഷി നടക്കുന്നത്. പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിത്തിടൽ കർമ്മം വിപുലമായി നടന്നു. കൃഷി ഓഫീസർ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സുനിൽ ദത്ത് അധ്യക്ഷനായി. വാർഡ് മെമ്പർ രജനി, അഷ്റഫ, ശശിധരൻ, നൂർ മുഹമ്മദ്, ഉണ്ണി, സുബൈർ, കരുണ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. പൊന്മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രീ പ്രൈമറി വാർഷികാഘോഷം ശനിയാഴ്ച നടക്കും. പൂർത്തിയായ പദ്ധതികളുടെ ഉദ്ഘാടനവും നടക്കും. 2020 പൊന്മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കേരളത്തിലെ മികച്ച വിദ്യാലയമാക്കുന്നതിനു വേണ്ടി അധ്യാപകരും PTA-യും SMC, MTA, SMCC, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളും ഒന്നിച്ചിരുന്ന് തയ്യാറാക്കിയ പ്രവർത്തന പദ്ധതിയാണ് വിഷൻ 2020. സ്കൂളിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് വിപുലമായ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ശനിയാഴ്ച പ്രീ പ്രൈമറി വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 മണിക്ക് നടക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലാംഗ്വേജ് ലാബ്, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്മാർട്ട് ക്ലാസ് റൂം എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും. ലാംഗ്വേജ് ലാബും സ്മാർട്ട് ക്ലാസ് റൂമും അബ്ദുറഹ്മാൻ അണ്ടത്താണി MLA ഉദ്ഘാടനം ചെയ്യും. HS സ്മാർട്ട് ക്ലാസ് റൂം ജില്ലാ പഞ്ചായത്ത് അംഗം ഹനീഫ പുതുപ്പറമ്പ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സുബൈർ അധ്യക്ഷനാകും. KP രമേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. പൊന്മുണ്ടം ഹൈസ്കൂൾ വാർഷിക പദ്ധതി N കുഞ്ഞിപ്പ ഹാജി അവതരിപ്പിക്കും. കുണ്ടിൽ ഹാജറ, മൻസൂർ, ആയിഷുമു, മണ്ണിയൽ മാനുപ്പ, മുഹമ്മദ് കുട്ടി, സെറീന അഷ്റഫ, അബ്ദുൽ ഗഫൂർ, ഉമ്മു ഹബീബ, നെടുവഞ്ചേരി വാസു തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് പ്രീ പ്രൈമറി വാർഷിക സമാപന സമ്മേളനത്തിൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. സീനത്ത സമ്മാനദാനം നിർവഹിക്കും. പരിപാടിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരുപക്ഷെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം പൂർണ്ണമായും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക വിദ്യാലയമാണ്. പരിമിതികൾ പറയാനല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഈ പരിമിതികൾ പരിഹരിച്ചുകൊണ്ട് 2020 വിദ്യാലയത്തിനെ മലപ്പുറം ജില്ലയിലെ എന്ന് തന്നെയല്ല കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളുടെ എണ്ണത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ഒരുപാട് പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷൻ 2020 എന്ന് പറയുന്ന ഒരു പദ്ധതി ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളുടെ സംയുക്ത യോഗത്തിൽ വെച്ച് SMC PTA-യുടെ യോഗത്തിൽ വെച്ച് രൂപീകരിക്കുകയുണ്ടായി. വൈരങ്കോട തീയാട്ടിനോടനുബന്ധിച്ച് സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ യോഗം ചേർന്നു. 14 മുതൽ 19 വരെ നടക്കുന്ന വൈരങ്കോട് ക്ഷേത്രത്തിലെ തീയാട്ടുത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് യോഗം വിളിച്ചത്. തിരൂർ RDO അരുണിന്റെ അധ്യക്ഷതയിൽ RDO ചേംബറിലായിരുന്നു യോഗം. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, ദേവസ്വം അധികൃതർ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ പ്രതിനിധി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഗതാഗത സംവിധാനം, മറ്റ് അനുബന്ധ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കുന്നതിന്റെ രൂപരേഖ തയ്യാറാക്കി. നന്നമ്പ്രയിൽ CPIM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടിയില്ല. CPIM വെള്ളിയാഴ്ച താനൂർ CI ഓഫീസ് മാർച്ച് നടത്തും. നന്നമ്പ്രയിൽ CPIM പ്രവർത്തകനായ അബ്ദുൽ ലത്തീഫിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് CPIM താനൂർ ഏരിയ കമ്മിറ്റി വെള്ളിയാഴ്ച താനൂർ CI ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും മാർച്ച് ആരംഭിക്കും. CPIM മേലേപ്പുറം ബ്രാഞ്ച് അംഗവും DYFI മേഖലാ കമ്മിറ്റി അംഗവുമായ അബ്ദുൽ ലത്തീഫിനെ ആക്രമിച്ച ലീഗ് പ്രവർത്തകരെ മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റ ലത്തീഫ് മാസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്നും മോചിതനായത്. പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ട് പോലും പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്നാണ് CPIM ആക്ഷേപം. പ്രതികൾക്കെതിരെ യാതൊരു നടപടിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് CPIM നേതാക്കൾ അറിയിച്ചു. തുടർന്നും നടപടിയുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരങ്ങൾക്ക് രൂപം നൽകാനാണ് CPIM തീരുമാനം. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വിശേഷാൽ പൂജകളും നടന്നു. ചമ്രവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. തന്ത്രി കൈനിക്കര തെക്കേടത്ത് ബ്രഹ്മശ്രീ കിരാതമൂർത്തി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെയും ഉച്ചയ്ക്കും ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ടും ഉണ്ടായി. വൈകിട്ട് 7 മണിക്ക് തൃപ്രങ്ങോട് പരമേശ്വരൻ മാരാർ, അശോക് ജി മാരാർ തൃശൂർ എന്നിവർ ചേർന്ന ഡബിൾ തായമ്പക അരങ്ങേറി. പരിപാടികൾക്ക് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ KP രാധാകൃഷ്ണൻ, മെമ്പർമാരായ PV മനോജ്, A അപ്പു നായർ, പുനർനിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തർ പങ്കെടുത്തു.
ആണ്ട് നേർച്ച നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഷെയ്ഖ് മുഹീദ്ദീൻ ജിലാനിയുടെ സ്മരണാർത്ഥമുള്ള പാറാൾ ആണ്ട് നേർച്ച വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി വിശ്വാസികൾ നേർച്ചയിൽ പങ്കെടുക്കാനെത്തി. ആട്, കോഴി, പത്തിരി മുതലായവ നേർച്ച സാധനങ്ങൾ സമർപ്പിക്കുന്നതാണ് പ്രധാനമായ ചടങ്ങ്. രാത്രി വലിയ റാത്തിബ് ഹൽക്ക നടന്നു. പ്രമുഖ പണ്ഡിതർ നേതൃത്വം നൽകി. ഇത് ഒരു 100 കൊല്ലം മുമ്പ് തുടങ്ങിയ അന്നേയുള്ളതാണത്. ഇപ്പൊ കുറച്ച് ഉപയോഗിച്ചു വന്ന് മാത്രം. ഇത് ഇവിടുത്തെ ഇമാം ഖത്തീബിന്റെ തോലിൽ വരുത്തുന്നത്. അങ്ങനെയില്ല, എല്ലാവരും ഇല്ല. ഇവിടുത്തെ ഇവിടെ പള്ളിന്റെ ആൾക്കാർ മാത്രമേ എല്ലാം ശേഖരിക്കുന്നു മാത്രം. മദ്രസ ഉള്ളവരില്ല, ജനങ്ങൾ മദ്രസ എല്ലാ മദ്രസയും വരുന്നുണ്ട്. എല്ലാവരും ഇവര് ആട് കൊണ്ടുവരുന്നുണ്ട്, കോഴി കൊണ്ടുവരുന്നുണ്ട്, മറ്റുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പത്തിരി കൊണ്ടുവരുന്നുണ്ട്. ആളെ നമ്മൾ അളത്തിട്ട് വേവിച്ചിട്ട് ആൾക്ക് തിരിച്ചു കൊടുക്കും. തിരൂർ NSS ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം വർണ്ണാഭമായി തബലവാദകൻ സുധീർ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. തിരൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 30ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. വർണ്ണാഭമായ പരിപാടികൾ വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടി. സ്കൂൾ മ്യൂസിക് ഗ്രൂപ്പിന്റെ പ്രാർത്ഥനാ ഗാനാലാപനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന ചടങ്ങിൽ തബലവാദകൻ സുധീർ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. വേണുഗോപാലൻ നായർ അധ്യക്ഷനായി. HM വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PV വിമലാകുമാരിയെ ചടങ്ങിൽ ആദരിച്ചു. CI മുഹമ്മദ് ഹനീഫ മുഖ്യപ്രഭാഷണം നടത്തി. ശശികുമാർ, പനികാന്തൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. P സുരേഷ് സ്വാഗതവും K അഭിരാമി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നമ്മുടെ നാടിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, മതമൈത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ കലാകാരനാണ് ഞാൻ. 2003 മതമൈത്രി നാശവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി 10 മണിക്കൂർ തബല വായിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ധീരതരമുള്ള തബലുമായി തുറന്നു കുറിക്കുന്നത്. ഈ പ്രോഗ്രാം നടത്താൻ കാരണം 2003 സാംസ്കാരിക കേരളത്തിന് തീരാ കളങ്കമായി മാറിയ കോഴിക്കോട് അടുത്തുള്ള മാറാട് ഇഷ്യൂ. ഈ സമയത്ത് ആകെ കലുഷിതമായ അന്തരീക്ഷമായ സമീപനം തന്നെ ഒരു കലാകാരന്റെ ധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളെ വിളിച്ചു വരുത്തി മതമൈത്രി ഗാനങ്ങളും ദേശഭക്തികളും ഉൾപ്പെട്ട് 10 മണിക്കൂറായത്. തിരൂർ ആർട്സ് കോളേജിന്റെ 32ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. സംവിധായകൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തിരൂർ ആർട്സ് കോളേജിന്റെ 32ാം വാർഷികാഘോഷമാണ് 2 ദിവസങ്ങളിലായി വിപുലമായി നടന്നത്. പരിപാടി സംവിധായകൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ PK M ബഷീർ അധ്യക്ഷനായി. കഥാകൃത്ത് P സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പഠന പ്രവർത്തനങ്ങളിലും വിവിധ മത്സരങ്ങളിലും മികവ് പ്രകടിപ്പിച്ചവർക്ക് തിരൂർ SI സുമേഷ് സുധാകർ സമ്മാനങ്ങൾ നൽകി. തിരക്കഥാകൃത്ത് റെജി നായർ, PK രതീഷ, സുധീർ പൊറൂർ, ഫൈസൽ പറവണ്ണ, P നൌഷാദ, P ബഷീർ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. റെജി നായർ സംവിധാനം ചെയ്ത വാർ ഫ്രണ്ട് ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. ഒരുപാട് പുതുമുഖർക്ക് അവസരം ഉണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിരൂർ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വരാൻ പോകുന്ന കലാകാരന്മാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ സിനിമയിൽ അവസരം കൊടുക്കാൻ. ഇനി അറിയിപ്പ്. തവനൂർ നിയമസഭാ മണ്ഡലത്തിലെ പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 124 നമ്പർ ബൂത്തിലെ വോട്ടർമാരുടെ പുതുക്കിയ തിരിച്ചറിയൽ കാർഡ് വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ഫെബ്രുവരി 6 ശനിയാഴ്ച രാവിലെ 10 മുതൽ 12 വരെ വോട്ടർമാർക്ക് പഴയ തിരിച്ചറിയൽ കാർഡും 10 രൂപയുമായി ബൂത്തിൽ വന്ന പുതിയ കാർഡ് കൈപ്പറ്റാം. കൂടുതൽ വിവരങ്ങൾക്ക് 9946 497776 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. തിരൂർ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ 26ാമത് പ്രതിഷ്ഠാ പെരുന്നാൾ ഫെബ്രുവരി 6, 7 തീയതികളിൽ ആഘോഷിക്കും. 6-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5-ന് സൺഡേ സ്കൂൾ വാർഷികവും കുട്ടികളുടെ കലാപരിപാടികളും തുടർന്ന് സന്ധ്യാപ്രാർത്ഥന, പ്രദക്ഷിണം, വചനഘോഷണം, നേർച്ച വിളമ്പ് എന്നിവ ഉണ്ടാകും. രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, റാസ ആശീർവാദം, സ്നേഹവിരുന്ന, കായികനി ലേലം, കൊടിയിറക്കൽ എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ വർഗീയവൽക്കരിക്കാൻ വ്യാപക ശ്രമം നടക്കുന്നുണ്ടെന്ന് INL നേതാവ് അബ്ദുൾ വഹാബ്. ജനജാഗ്രതാ യാത്രയ്ക്ക് തിരൂരിൽ സ്വീകരണം നൽകി.
തൃപ്രങ്ങോട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി കൃഷി തുടങ്ങി, വിത്തിടൽ വർണ്ണാഭമായി. നന്നമ്പ്രയിൽ CPIM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടിയില്ല. CPIM വെള്ളിയാഴ്ച താനൂർ CI ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പാറാൾ ആണ്ടുനേർച്ച ഉജ്ജ്വലമായി. ചമ്മരവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.